സഹോദരി പറയണമെന്ന് വെച്ചാൽ ഭർത്താവ് കുട്ടികളൊക്കെ നല്ല രൂപത്തിലാണ്, ഭർത്താവ് നന്നായി സ്നേഹിക്കുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നു എന്നൊക്കെ. പക്ഷേ ഭർത്താവ് ഹാൻഡ്സ് പറഞ്ഞ സാധനം വെക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ, അതുപോലെ തന്നെ അതിൻ്റെ കവർ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അവർ തമ്മിൽ പ്രശ്നമാവും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബഹളം ഉണ്ടാവും. അപ്പോൾ പറയും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ചിലപ്പോൾ കവറൊന്നും ഇല്ലാതെ വെച്ച് വരുന്നു. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ ഇത് ഭയങ്കരമായിട്ട് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഹാൻഡ്സ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ബസ്സിലൊക്കെ എവിടെയെങ്കിലും ഒരാൾ ഹാൻഡ്സ് വെച്ചാൽ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് തലമിന്നലും നോക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവർ പറയണത് ഇത് എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടാൻ എന്തു മാർഗ്ഗമുള്ളതെന്നാണ് ഇപ്പോൾ ഒരു സംശയമായിട്ടുള്ളത്. ശരിക്കും ഇത് ഒഴിവാക്കണമെന്ന് അയാൾ തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ നമ്മോടൊരാൾ നിങ്ങളെ വായ വാസനിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഫീലിംഗ് ഉണ്ടാവും. എന്തെങ്കിലും വയർപ്പിനൊരു മോശം സ്മെല്ലുണ്ടല്ലോ എന്നൊരാൾ പറഞ്ഞാൽ, അപ്പോൾ ഇത് അയാളുടെ ഏറ്റവും അടുത്ത് പെരുമാറേണ്ട വൈഫിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മണവും പേറി അയാൾ നടക്കുമ്പോൾ അതിൽ ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന വിഷമവും വെറുപ്പും അയാൾ എത്രമാത്രം അസ്വസ്ഥമാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എന്താ ഈ അഡിക്ഷൻസൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളതിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെന്താ, അത് നമ്മൾ ചിലപ്പോൾ സ്വയം പരിശ്രമിച്ചാൽ ചിലപ്പോൾ നിന്ന് പോവില്ല. അപ്പോൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം, ഇതൊരു രോഗമായി കണ്ട് ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും തൽക്കാലം കിട്ടാത്ത രൂപത്തിൽ ഒരു മാസമൊക്കെ അയാൾക്കൊന്ന് വേറിട്ട് നിൽക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്യും, അതിന് മാറ്റമുണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം ആളുകളോട് എന്താണ് നിങ്ങൾ ശരിയില്ല, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നത് ശരിയില്ല, അത് തെറ്റാണ് എന്ന് പറയുന്നതിലുപരി എന്താണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കിത് ആത്മാർത്ഥമായി ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനതാ പലപ്പോഴും നിങ്ങൾ നിർത്തി നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ പറ്റണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണം, ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാകണം. ഇല്ലെങ്കിൽ ഇതിനുള്ള ആൻറ്റി ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടാവും, ഇത് വരാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം, തീർച്ചയായും അത് നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, തയ്യാറാവും. പിന്നെ ഇതിന് കുറേ ഭവിഷ്യത്തുകളുണ്ടല്ലോ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, ഈ മാരക ക്യാൻസർ പോലുള്ള സംഗതികളൊക്കെ പല ആൾക്കാർക്കും, ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ, ഇതേപോലെ തന്നെ വായിലുള്ള ക്യാൻസറുകൾ, ഇതൊക്കെ ആ ഹാൻഡ്സുമ്മ തന്നെ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വന്ന് നോക്കണം, എന്തുമാത്രം ഭയാനകമാണ് ആ രോഗങ്ങളൊക്കെ വന്ന ആളുകൾ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇവർ ചിന്തിക്കൂലേ, ഇതൊക്കെ ഞാൻ തന്നെ വരുത്തി വെച്ചതാണെന്ന്. അതൊക്കെ അവസാനം ഒരു മരണത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എത്രമാത്രം വേദന ഉണ്ടാകും ആ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, അവർ മാറും. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് അയാളെ മാനസികമായി സജ്ജമാക്കും. ഒരു വെറുപ്പൊന്നുമില്ലാതെ നിങ്ങളിത് ഈ കുടുങ്ങിയതാണ് നമുക്കറിയാം, നിങ്ങൾ മാറാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റില്ല എന്നറിയാം, അവിടെ നിങ്ങൾ റെഡി ആയാൽ മതി, ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ ഒരുവിധം ആളുകളൊക്കെ തയ്യാറാവുമെന്ന് തോന്നുന്നത്. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ അയാളെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്ര വേദന ഉണ്ടെങ്കിലും ആളുകൾ അതിലൊന്നും വേറിടാൻ കഴിയാത്ത രൂപത്തിൽ അഡിക്റ്റ് ആവുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ചെറിയൊരു മുറിവുണ്ടായി, ഒരു പല്ലുവേദന ഉണ്ടായി, ആ പല്ലുവേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാരകമായ ഇതുണ്ടായാലും ഇതിൻ്റെ ഒരു അഡിക്ഷൻ കാരണമാണോ ഇതൊന്നും മാറി? അതല്ലെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന നമ്മളൊരു സുഖത്തിന് വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യങ്ങളും, അപ്പോൾ അതൊരു മോശപ്പെട്ട വീഡിയോസ് കാണലാവാം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കലാവാം, അല്ലെങ്കിൽ വേറെ ഇതിനൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ എന്തുണ്ടാവുന്നുണ്ട്, ആ ഒരു സുഖം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം വരുന്നതോടുകൂടെ ആ സുഖം നമ്മളെ കീഴ്പ്പെടുത്താണ്, പിന്നെ അയാളെ ബോധം വർക്ക് ചെയ്യൂല. അപ്പോൾ നമുക്കിത് നരകത്തിൽ പോണതാണ്, ഇത് വ്യഭിചാരമാണ്, ഇത് ഗുരുതരമായ തെറ്റാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു സന്ദർഭവും സമയവും ഒരാളെ മുന്നിൽ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായും അത് അനുഭവിക്കുന്നൊരു സുഖം ഉണ്ടല്ലോ, ആ സുഖം അയാളെ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാണ്, കീഴ്പ്പെടുത്താണ്. അപ്പോൾ പിന്നെ അയാൾ അടിമയാവുകയാണ്. അതാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ തിന്മയുടെ നിയന്ത്രണത്തിലേക്ക് അയാൾ വരികയാണ്. അപ്പോൾ അയാളുടെ ബോധങ്ങൾ വർക്ക് ചെയ്യൂല, ഇത് ക്യാൻസർ വരുമോ, ഇത് നരകത്തിൽ പോവോ, ഇത് പടച്ചോടുള്ള നന്ദികേടാണല്ലോ, ഞാൻ എന്നെ തന്നെ അതൊന്നും അയാളപ്പോൾ വർക്ക് ചെയ്യൂല, അതൊന്നും വർക്ക് ചെയ്യൂല. അപ്പോൾ നമ്മളെന്തായാലും ഈ അഡിക്ഷൻ മാറ്റുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. അഡിക്ഷൻ നിലനിൽക്കുന്നൊരു വ്യക്തിക്ക് ആ സന്ദർഭത്തിൽ അയാളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ സാധ്യമല്ലാതെ വരും. പക്ഷെ അഡിക്ഷൻ മാറുമ്പോൾ അത് മാറാൻ നമുക്ക് ഈ ബോധവൽക്കരണങ്ങളൊക്കെ പറ്റും. നേരെ മറിച്ച് അതിൻ്റെ ഹരത്തിൽ അതിലേക്ക് പോകുന്ന ഒരാളെ ആ സന്ദർഭത്തിൽ അത് ചിന്തിപ്പിക്കാൻ ഇതൊന്നും പര്യാപ്തമല്ല. അയാൾ അതൊക്കെ മറന്നിട്ടാണ് പോകും. ആ സംഭവിക്കുന്നത് സാർ.